മസ്കറ്റിൽ ചികിത്സയിലിരിക്കെ മരിച്ച തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹം നാട്ടിൽ എത്തിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നമ്പി രാജേഷിനെ കുടുംബാംഗങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഉച്ചയോടെ ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ജയശങ്കർ, വിശദാംശങ്ങൾ. SKN അരമണിക്കൂർ മുമ്പാണ് രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹവുമായി ബന്ധുക്കൾ ഉടൻ വീട്ടിലേക്ക് തിരിക്കും. അതിനുശേഷം വീട്ടിൽ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എയർ ഇന്ത്യ സമരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇരയാണ് രാജേഷ്. കാരണം രാജേഷ് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം മസ്കറ്റിൽ വിശ്രമത്തിലായിരുന്നു. ഇതിനിടയിൽ 7-8 തീയതികളിൽ ഭാര്യ അമൃതയും കുടുംബവും എല്ലാം രാജേഷിനെ അവിടെ പോയി കാണാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ എയർ ഇന്ത്യയുടെ സമരം മൂലം അതിന് സാധിച്ചില്ല. പിന്നാലെയാണ് 13-ാം തീയതി രാജേഷ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത്. രാജേഷിന്റെ ഭാര്യയും കുട്ടിയൊക്കെ അടങ്ങുന്ന കുടുംബത്തെ സംബന്ധിച്ചത് വലിയ നഷ്ടമായിരുന്നു, വലിയ സങ്കടമാണ് ഇവരെ ഉണ്ടാക്കിയത്. ഈ സമരം കുറെ ദിവസം സമരം നടത്തിയത് മൂലം ഈ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ഒരു അത്താണിയായ ഒരു മനുഷ്യനാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇന്ന് നാട്ടിലെത്തിച്ചിരിക്കുന്നത്. വീട്ടിലുൾപ്പെടെ വളരെയധികം വൈകാരികമായ ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും മൃതദേഹം നിലവിൽ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കരമനയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും ഇവരൊരു പ്രതിഷേധത്തെ കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട്. എയർ ഇന്ത്യ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തായാലും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷം എയർ ഇന്ത്യക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. SKN. ഓക്കെ, താങ്ക് യു ജയശങ്കറാണ് വിവരങ്ങൾ നൽകി.